പാലക്കാട് മേനോൻപാറയ്ക്ക് സമീപം യുവതിക്ക് നേരെ ആക്രമണം. കൊട്ടിൽപ്പാറ സ്വദേശിയായ 23-കാരിക്കാണ് വെട്ടേറ്റത്. പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെ പ്രദേശവാസി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ യുവതിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൊട്ടിൽപ്പാറയിൽ നിന്ന് ഇക്ബാൽ അറക്കൽ തത്സമയം ചേരുന്നു. ഇക്ബാൽ, 23-കാരിയെയാണ് വെട്ടിയത്. എന്തായിരുന്നു പ്രകോപനം? യുവതിക്കിപ്പോൾ എങ്ങനെയുണ്ട്? സുജയ, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന മേനൻപാറയ്ക്ക് സമീപം കൊട്ടിൽപ്പാറയിൽ വെച്ച് യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. വീട്ടിൽ നിന്ന് ഒരു ഏകദേശം 500 മീറ്റർ മാറിയിട്ടുള്ള ഈ കൃഷിയിടത്തിലേക്ക് ഈ പുല്ലരിയാൻ വേണ്ടി വന്നതായിരുന്നു യുവതിയും അമ്മയും. ഈ സമയത്താണ് പ്രദേശവാസിയായ യുവാവ് ഇവിടേക്ക് എത്തുകയും അമ്മ ഇവിടെ നിന്ന് മാറിയ സമയത്ത് യുവതിക്ക് നേരെ ആക്രമണം നടത്തിയത്. യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊടുവാൾ ഉപയോഗിച്ച് യുവതിയുടെ തലയ്ക്ക് സാരമായി തന്നെ ആക്രമിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇവിടെയുള്ള പ്രദേശവാസികളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അമ്മ തിരിച്ചു വന്നപ്പോഴാണ് ഇത്തരത്തിൽ ആക്രമണം, ഈ യുവതിക്ക് നേരെ ആക്രമണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ യുവതിയെ ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ പാലക്കാട് 2 ആശുപത്രികളിലേക്ക് എത്തിച്ച ചികിത്സ നൽകിയതിനു ശേഷം യുവതിയെ നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഏതായാലും പ്രദേശവാസിയായ ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് എത്ര മണിയോട് കൂടെ ഏതാണ്ട് ഒരു 10:40 10:45 ഉണ്ടാവും. ആ സമയത്താണ് വന്നത്. ആരാണ് ആക്രമിച്ചത്? സൈമൺ പറഞ്ഞ പയ്യൻ തന്നെ. അവിടെ അമ്മയും മോനും കൂടിയിട്ട് ഇവിടെ മോളും കൂടി പുല്ലരിയാൻ വേണ്ടി കാലത്തപ്പുറം കൃഷിക്ക് വരും. ഇവിടെ വന്ന് പുല്ലരിഞ്ഞ് പോകുമ്പോൾ 10 ആകുമ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി അമ്മ 200 മീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് പോണതായതാണ്. ചായ ഉണ്ടാക്കി വരുമ്പോൾ മോളെ പുല്ലരി സ്ഥലത്ത് കാണാനില്ല. അപ്പോൾ ഇവിടെ പേരെടുത്ത് വിളിക്കുമ്പോഴാണ് അപ്പുറത്ത് ശബ്ദം കേട്ടത്. അവിടെ ഇവൻ്റെ അമ്മ വേജാരോട് നിലവിളിക്കുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇത് പാസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ സ്ത്രീകളെല്ലാവരും കൂടി തൊട്ടടുത്ത് നിൽക്കുന്ന ഞാനവിടെ ജംഗ്ഷനിൽ മുക്കിത്തന്നുണ്ടായിരുന്നു. ഫോൺ ചെയ്ത് പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയെടുത്ത് ഞാൻ വണ്ടി മണിക്ക് ഈ പയ്യൻ പാറയിൽ കൂടെ പോയി നേരെ ഓടുന്നു കണ്ടു. ഞാൻ നേരിട്ട് അവനെ കണ്ടു. പിന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അത്താണി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാലിനയിൽ റെഫർ ചെയ്തു. പാലിനെ ചെയ്ത് നോക്കുമ്പോൾ ന്യൂറോളജി ഡോക്ടറില്ല. തലയിലൊരു നല്ലൊരു പൊട്ടലുണ്ട്. പിന്നെ കുട്ടിൻ്റെ ശരീരത്തിൽ പല അസ്വസ്ഥതയുണ്ട് ശരീരത്തിൽ. നമുക്കെന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ മെഡിക്കലിൽ ഇപ്പോൾ റെഫർ ചെയ്തില്ല. ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ് ഡോക്ടർമാരിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്? ഈ രീതിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പോലീസ് അപ്പം തന്നെ അന്വേഷണം ഊർജിതമാക്കി അവിടെ നിന്ന് പോലീസ് വന്നു, ഹോസ്പിറ്റലൊക്കെ വന്ന് അന്വേഷണമൊക്കെ നടത്തി നല്ല രൂപത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ പ്രതിൻ്റെ പിന്നാലെ പോകാൻ പറ്റില്ല. കുട്ടീൻ്റെ കൂടിയാണ് നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്, ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും കൂടി. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. കുട്ടിക്ക് അസ്വസ്ഥതയുണ്ട് സ്വാഭാവികമായിട്ട്. ചിലപ്പോൾ ഈ പുല്ലിൽക്കാട്ടിൽ നിന്ന് അതുകൊണ്ട് 20 മീറ്ററോളം വലിച്ചു കൊണ്ടുപോയ ആക്ഷീണമായിരിക്കാം. ശരീരത്തിൽ മുറിപാടുകളുണ്ട്. അത് പ്രാഥമിക ഡോക്ടർമാർ സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പറയാൻ കഴിയുള്ളൂ. പക്ഷേ എന്തായാലും ഒരു ദുരിതാശ്വാസത്തോടുകൂടി കരുതിക്കൂട്ടി അവൻ ചെയ്തതാണെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് മനസ്സിലാക്കി. കൊട്ടിൽപ്പാറ സ്വദേശിയായ സൈമണാണ് ഈ യുവതിക്ക് നേരെ ആക്രമണം നടത്തി. കൊട്ടിൽപ്പാറയും ഈ സൈമൻ്റെ വീടും പ്രതിൻ്റെ വീടും കുട്ടിൻ്റെ വീടും രണ്ടും അടുത്തടുത്ത് തന്നെ 200 മീറ്റർ അകലെയാണ്. കൊട്ടിൽപ്പാറ സ്വദേശി സൈമൺ തന്നെ ആക്രമിച്ചു. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ നേരിട്ട് കണ്ടു, അവരുടെ അമ്മ നേരിട്ട് കണ്ട് നിലവിളിച്ചു ഓടി. പിന്നെ പയ്യൻ അവിടെ നിന്ന് ഓടി. പിന്നീട് ഞങ്ങൾ ജംഗ്ഷനിൽ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് വരുമ്പോഴാണ് കടയിൽ പോയി വണ്ടിക്ക് 100 രൂപ അടക്കം ചിലവിനില്ല എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് പോയി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അറിയില്ല അങ്ങനെ മറ്റ് തർക്കങ്ങളൊന്നുമില്ലല്ലോ? തർക്കവുമില്ല. അവനും തിരക്കില്ല. ആ കുടുംബം വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. അവരുടെ ജീവിതം കൊണ്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. നല്ല എഡ്യൂക്കേറ്റഡ് വിദ്യാർത്ഥിയാണ്. ഒരു നല്ല സ്വഭാവത്തിന് ഉടമകളായ കുടുംബങ്ങളാണ് ആക്രമിച്ചത്. ചേട്ടാ, ഈ കാണുന്ന ഭാഗത്ത് വെച്ച് ആക്രമിച്ച് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയി. ഇവിടെയാണ് പുല്ലരിഞ്ഞുകൊണ്ടിരുന്നത്. പുല്ലരിഞ്ഞുകൊണ്ടിട്ടാണ് അമ്മ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അമ്മ പറഞ്ഞു വിട്ട് അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വരുന്ന സമയത്ത് ആ കുട്ടിയെ കാലിൽ പിടിച്ച് വലിച്ചു പോകുന്ന അതിൻ്റെ അടയാളങ്ങളൊക്കെ കണ്ടു. വലിച്ചു കൊണ്ടുപോയിരിക്കണം. അല്ലെങ്കിൽ നടന്നു പോയതല്ല. പുതിയ ഫ്രഷായ സ്ഥലമാണ്. അവിടെ പൊന്തക്കാട്ടിൽ നിന്നാണ് അമ്മ നിലവിളിച്ചപ്പോൾ ഇറങ്ങി എണിച്ച് ഓടിയത്. പിന്നെയാണ് നോക്കുമ്പോഴാണ് ആ കുട്ടി അവിടെ തളർന്ന് ചോര വാർത്തിച്ച് കിടന്നതാണ് അമ്മ കണ്ടത്. അമ്മ നോക്കുമ്പോൾ ഫോൺ വിളിച്ച് ആളുകൾ കൂടുമ്പോഴേക്കും ഞങ്ങളിവിടെ എത്തി. ഒരു 100 മീറ്റർ അകലെ എത്തുമ്പോഴേക്കും ഈ പയ്യൻ അവിടെ നിന്ന് ഓടുന്നത് നമ്മൾ നേരിട്ട് കണ്ടു. ഇയാൾക്കെതിരെ ഇതിനു മുമ്പ് വല്ല പരാതികളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു? ഇയാളായിട്ടൊന്നും ടെൻഷനില്ല. സ്വഭാവത്തിൽ ചെറുപ്പക്കാരെന്ന സ്വഭാവത്തിലൊക്കെ ഇങ്ങനെ മോശമായിട്ടുള്ള പ്രവൃത്തിയൊക്കെ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇക്ബാൽ പങ്കുവച്ചത്. പാലക്കാട് മേനോൻപാറയ്ക്ക് സമീപമാണ് യുവതിക്ക് നേരെ 23-കാരിക്ക് പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെ വെട്ടേറ്റത്. അതിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകണം. അതോടൊപ്പം തന്നെ യുവതി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ സാരമായ പരിക്കുകളോടെ ചികിത്സയിലാണ്.